ചൂരൽമലയിൽ നിന്ന് സുഹൈൽ കൂടെ ചേരുകയാണ് അല്ലേ? സുഹൈൽ, ഗുഡ് മോർണിംഗ് എന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ് സുഹൈൽ. സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ ഒട്ടും ഒരു പ്രഭാതത്തിന് ഒരു പകിട്ടും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കേണ്ടി വരുന്നത്. അതിൽ വേദനയുണ്ട്. സുഹൈൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. സ്മിത, ക്രിസ്റ്റീന, ഞാൻ ഇപ്പോൾ ഉള്ളത് മേപ്പാടി ക്യാമ്പിലാണ്. പതിയെ പ്രഭാതം വിടരുന്നു. അതുപോലെ അവർക്ക് അതിജീവിക്കാനാകട്ടെ, എല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഒരു അതിജീവനം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഇപ്പോൾ ഞങ്ങളിൽ നിൽക്കുന്നത് മേപ്പാടി ക്യാമ്പിലാണ്. ഇവിടെ നിന്നാണ് ചുരൽമലയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ക്യാമ്പിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും സങ്കടവും സന്തോഷവും ഉണ്ടാവാറുണ്ട്. ഒരു ഭൂമുഖത്ത് ഇല്ലാതാക്കിയ മണ്ണൊലിപ്പിൽ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലിൽ ബാക്കിയായവർ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസം നിൽക്കുമ്പോൾ തന്നെ ഉറ്റവരും പ്രിയപ്പെട്ടവരും സമ്പാദിച്ചതൊന്നുമില്ലാതെ നിസ്സഹായം നിൽക്കുന്ന മനുഷ്യരുടെ വിഷമം കൂടി നമുക്കുണ്ടാകും. അതായത് ഒരു സ്ഥലം കണ്ട് സന്തോഷവും സങ്കടവും തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഈ ദുരന്തം അതിൻ്റെ വ്യാപ്തി വെളിവാക്കുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് നമ്മൾ പറയാറുണ്ട്, ഓരോ മനുഷ്യനും ഓരോ കഥകളാണെന്ന് പറയാറുണ്ട്, വ്യത്യസ്തമായ കഥകളാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു നാട്ടിലെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഒരേ കഥ, ഒരേ വേദന, അത് എത്രത്തോളം ഉണ്ടാകും, അതിൻ്റെ ആഴം അത് എത്രത്തോളം അവർ അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ക്യാമ്പുകൾ വന്നാൽ മതിയാകും. തുടക്കത്തിലൊക്കെ ക്യാമ്പുകളൊക്കെ നമുക്ക് പ്രവേശനം ഉണ്ടായത്, പക്ഷേ ഇപ്പോൾ നിയന്ത്രണങ്ങളുണ്ട്. അതിന് നമ്മൾ തികച്ചും നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് അവരുടെ സ്വകാര്യത കൂടിയാണ്. അവർക്ക് അവരുടെ ചെറിയ ലോകം അവിടെ വേണ്ടപ്പെട്ടവരുമായി സംസാരിച്ച് പതിയെ പതിയെ അവർ അനുഭവിച്ച ആ ട്രോമയിൽ നിന്ന്, ആഘാതത്തിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് വരാനുള്ള ശ്രമം കൂടിയാണ് അവർ നടത്തുന്നത്. ഈ മേപ്പാടി ക്യാമ്പിൽ നിന്ന് വെറും ഒരു 50 മീറ്റർ അപ്പുറത്താണ് ഈ മൃതദേഹങ്ങൾക്ക് തുടക്കത്തിൽ എത്തിച്ചിരുന്ന പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. അവിടെ നിന്ന് നമ്മൾ അന്നൊക്കെ കണ്ട ചില കാഴ്ചകളുണ്ട്. ജീവിച്ചിരിക്കുന്നവർ ഈ ക്യാമ്പിൽ നിന്ന് ഓരോ ആംബുലൻസുകൾ വരുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് തിരഞ്ഞ് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അത്രത്തോളം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച, അത് സമാനതകളില്ലാത്ത കാഴ്ചയായിരുന്നു. ആ ദുരന്തം അത്രത്തോളം സമാനതകളില്ലാത്തായിരുന്നു. ഈ അറിഞ്ഞു വെച്ച കേരള ചരിത്രത്തിൽ ഇങ്ങനെ ദുരന്തം നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷേ ഇനി അവർ പതിയെ പതിയെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ്. കാരണം ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉറ്റവർ ഇനിയില്ലെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം, സമ്പാദിച്ചൊന്നുമില്ലെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം, പതിയെ പതിയെ അതിജീവിക്കണം. കാരണം ജീവിച്ചേ മതിയാകൂ എന്ന ബോധ്യം അവർക്കുണ്ട്. ആ അതിജീവനത്തിന്റെ പാതയിലാണ്. പഴയതുപോലെ ഒന്നുമാകില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിലും പുതിയ പുതിയ ജീവിതത്തിലേക്ക് അവർ മെല്ലെ മെല്ലെ വരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി സംസാരിക്കേണ്ട പുനരധിവാസത്തെക്കുറിച്ചാണ്. പുനരധിവാസത്തിലേക്ക് വരികയാണെങ്കിൽ ഈ വയനാട്ടിലാകെ 10 ക്യാമ്പുകളാണ് സ്കൂൾ കേന്ദ്രീകരിച്ച്. ഈ ക്യാമ്പുകളായി 500-നടുത്ത് കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരുപാട് കുടുംബങ്ങളുണ്ടായത് അവരൊക്കെ ഈ സന്നദ്ധ സേവകരെടുത്ത വീടുകളിലേക്കും ഒപ്പം അവരുടെ ബന്ധുവീടുകളിലൊക്കെ മാറി. ഇനി അവശേഷിക്കുന്ന ഒരു 400 കുടുംബങ്ങളാണ്. ഏകദേശം ഒരു 1500 ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇനി വളരെ വേഗത്തിൽ പുനരധിവാസം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുമ്പിൽ ലക്ഷ്യം. ഈ മാസം 20-നകം അവർക്ക് വേണ്ട വാടക വീടുകൾ കണ്ടെത്തി അവർ അങ്ങോട്ട് മാറ്റാൻ തന്നെയാണ് തീരുമാനം. നിലവിലൊരു 300-ലധികം വീടുകൾ, അത് സർക്കാർ ഉടമസ്ഥയിലെ കെട്ടിടങ്ങളുണ്ട്, സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കണ്ടെത്തിയ കെട്ടിടങ്ങളുണ്ട്. ഇവിടേക്ക് അവരെ പുനരധിവസിപ്പിക്കും. 6000 രൂപ സർക്കാർ നൽകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ പുനരധിവാസമായി മുന്നോട്ട് പോകുമ്പോൾ അവർ കുറച്ചുകൂടി ആഘാതമായി വേദനയിൽ കൂടി പോകും. കാരണം പുനരധിവാസത്തിന് ഇവർ ഇപ്പോൾ ഇവിടെ പരസ്പരം അറിയുന്നവർ, ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചവർ, അയൽപക്കത്ത് സംസാരിച്ചവരൊക്കെ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് വേദന മറച്ചു വെക്കാൻ കഴിയും. ഈ തമ്മിൽ അവർ ആളുകളെ കാണുമ്പോൾ ബാക്കി അതിൻ്റെ ആശ്വാസം അവർക്കുണ്ടാകും. ഈ ക്യാമ്പുകൾ നമ്മൾ ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ ക്യാമ്പുകൾ കാണാത്തവരെ കുറിച്ച് ചോദിക്കാറില്ല. കാരണം ചോദിക്കുമ്പോൾ അവർക്ക് പേടിയാണ്. അവർ ഉണ്ടാകില്ലെന്ന വാർത്ത അല്ലെങ്കിൽ കാണാമറിയത്താണെന്ന വാർത്ത കേൾക്കേണ്ടി വരുന്ന വേദന, അതിങ്ങനെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് ഇവിടെയുള്ളത്. ഇനി പുനരധിവാസത്തിന്റെ കാര്യത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ 300 വീടുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഒരു 200, ഒരു 600, അതായത് ഒരു 300 വീടുകളുടെയും ഒരു 250 വീടുകളുടെയും ആവശ്യമുണ്ട്. ഈ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സമീപത്തെ, അതായത് ഈ മനുഷ്യരെ പരമാവധി ഒരൊറ്റ മേഖലയിൽ ജീവിച്ച മനുഷ്യരാണ്. പക്ഷെ അവരെ അധികം അകലങ്ങളില്ലാതെ അടുപ്പിക്കാൻ ശ്രമം ഈ സർക്കാർ നടത്തുന്നുണ്ട്. അതായത് ഇതിനടുത്തുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത് മൂപ്പേനാടാണ്, ഒപ്പം വടുവഞ്ചാൽ, അമ്പലവയൽ, കൽപ്പറ്റ, വൈത്തിരി ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് വാടകകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ വയനാടിൻ്റെ സവിശേഷത ഇവിടെ അത്രത്തോളം കെട്ടിടങ്ങളൊന്നും ലഭ്യമാകുന്ന ഒരു ഇടമല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അല്പം ദൂരത്തേക്ക് മാറേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട്. അതായത് സമീപത്ത് സ്കൂളിൽ പഠിക്കുന്നവർ, സമീപത്ത് ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ വളരെ അടുത്ത് കൊടുക്കാൻ ശ്രമം നടക്കുന്നു. പക്ഷേ എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് അകലമുണ്ടാകും. ആ അകലം അവരുടെ മനസ്സിലുണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ അതിജീവനത്തിന്റെ പാതയിലേക്ക് വരാൻ അവർക്ക് കരുത്തുണ്ടാകട്ടെ. ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി, ഇവിടെ അടുത്തുള്ള വിംസ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതാണ്, ക്യാമ്പിലുള്ള ചേച്ചിയാണ്. അവർ പതിയെ ജോലിക്ക് പോവുകയാണ്. അവർ അതായത് ഇന്ന് ഞായറാഴ്ചയാണെന്ന് അവർക്ക് ജോലിയുണ്ട്. ഈ ഞായറാഴ്ച ദിവസം അവർ ജോലിക്ക് പോവുകയാണ്. അത് ഓരോ മനുഷ്യർ അവരുടെ ജീവിതത്തിലേക്ക് പതിയെ പതിയെ കടക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആശ്വാസമാണ്. ഈ മനുഷ്യർ പതിയെ പതിയെ അതിജീവിക്കുന്നു. അവർ അതിജീവിക്കട്ടെ, അതിന് മാത്രം ഒതുങ്ങുന്ന കരുത്ത് അവർക്കുണ്ടാകട്ടെ. ആ കരുത്തിന് നമ്മളുടെ പിൻബലം ചേർത്ത് പിടിക്കൽ, വാക്കുകൾക്കപ്പുറത്തേക്ക് എല്ലാ മേഖലയിലും അവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ ചേർത്ത് പിടിക്കൽ കൂടി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. സ്മിത, ക്രിസ്റ്റീന. ശരി. സുഹൈൽ മുഹമ്മദാണ് മേപ്പാടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.